ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമുക്കൊരു നല്ല ബീഫ് കറി വെച്ചാലോ. അപ്പം അമ്മ അത് നന്നായി കഴുകി വൃത്തിയാക്കുവാണ്. അച്ഛനാണേ കറി വെക്കുന്നത്. നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് സഹായിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് എന്നിട്ട് കുക്കറിൽ വെച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായി തിരുമ്മിയിട്ട് ഒരു 6-7 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഇതിന് വേണ്ട ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് വേവിക്കാം. അതിനുശേഷം ഉരുളി വെച്ച് നമ്മുടെ എണ്ണ വെച്ച് കടുകും കരിയാപ്പലയും കൊത്തി വെച്ച് തേങ്ങയും ഒന്നിട്ട് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെയൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചെറിയൊരു പ്രശ്നം എടുക്കും. അത് പിന്നെ അപ്പം തന്നെ തീർന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സ് പറയാം. നമ്മുടെ സബോളയൊക്കെ നന്നായി വഴന്ന് വന്ന ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കും. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇടാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ കുരുമുളക് പൊടിയും ഉരുളക്കിഴങ്ങും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ആവിയും സ്മെല്ലും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, രക്ഷയില്ല. അപ്പോഴാണ് നമ്മുടെ പൊറോട്ടേനെ വല്ലാണ്ട് മിസ്സാക്കിയത്. പിന്നെ എന്ത് ചെയ്യാൻ, ഇല്ലാത്തതുകൊണ്ട് ചോറ് കൂട്ടി കഴിച്ചു. ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി ഒരു ചെറിയ കരിയാപ്പലയുടെ തണ്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ഗായ്സ്.